ഇന്ന് രാവിലെ മോൾ എണീറ്റ് വന്നപ്പോഴേ വിശക്കണമെന്ന് പറഞ്ഞിട്ടാട്ടോ വന്നത്. അപ്പോൾ അവൾക്ക് മധുരദോശ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. മധുരദോശ എന്ന് പറയുമ്പോൾ കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയൊക്കെ ദോശമേൽ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് മധുരദോശ. നൈസായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അവൾക്കത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അപ്പത്തിനായിരുന്നു ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. പണ്ടുണ്ടല്ലോ മദ്രസയിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് കാപ്പി വീട്ടിലുണ്ടാക്കിയില്ലെങ്കിൽ വാപ്പ പറയൂട്ടോ ആ ജമീലാമ്മയുടെ കടയിൽ നിന്ന് അപ്പവും ചമ്മന്തിയും മേടിച്ചോളാനായിട്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് വരുന്നൊരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നും ആ രുചി നാവിന്ന് മാറിയിട്ടില്ലേ. അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് പോവായിരുന്നു കേട്ടോ. കുറച്ച് തേങ്ങയും 2-3 ചെറിയുള്ളിയും കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ എണ്ണ ചട്ടിയിൽ ഒഴിച്ച് കടുക് വറുക്കത്തില്ലേ, വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ചമ്മന്തിപ്പൊടി തട്ടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. അപ്പോൾ ഇതും ചായയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.